പ്രിയപ്പെട്ട BMC അഹ്ലൽ റമദാൻ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിൻ്റെ രക്ഷയും കാരുണ്യവും ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ റമദാൻ അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു പ്രയാസപ്പെടുത്തലെന്ന് പലപ്പോഴും പലരും ആലോചിക്കാറുണ്ട്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾ അയാളുടെ ശരീരത്തെ പീഡിപ്പിക്കുകയാണോ ശരിക്കും നടക്കുന്നത്? അതല്ല അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പല ആളുകളും ചർച്ച ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന് അവൻ്റെ ശരീരം മാത്രമല്ല അവൻ്റെ ആത്മാവുമുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി അതിന് രോഗം വരുമ്പോൾ ചികിത്സിച്ചുകൊണ്ടും അതിനെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നിരന്തരം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ജീവനും ആത്മാവും അടങ്ങുന്ന ആ ഒരു സ്വത്വത്തെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാറില്ല. ശരിക്കും റമദാൻ എന്ന് പറയുന്നത് ആ ആത്മീയതയെ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബോധത്തെ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ റമദാൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, ആ ബോധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ് വിശ്വാസി സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും അവൻ്റെ ബോധത്തിലേക്ക് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതുമായ ഒരു വലിയ ദൗത്യമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവനെ നന്നാക്കിയെടുക്കാനും ചീത്തയാക്കാനും കഴിവുള്ള ഒരു സാധനം മനസ്സാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു രക്തപിണ്ഡമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നാകും. അത് മോശമായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ മോശമാകും. അത് മനുഷ്യൻ്റെ മനസ്സാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ്. ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറയുന്നതിന് താല്പര്യം എന്താണ്? ശരീരം വലിയ വണ്ണം വെച്ചുകൊണ്ട്, ശരീരം നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ട് ഒരാൾ നന്നാകുന്നത് നമുക്കറിയാം. പക്ഷേ അങ്ങനെ പുഷ്ടിപ്പെട്ട ഒരു ശരീരമുള്ള മനുഷ്യൻ അയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ നമ്മളയാളെക്കുറിച്ച് പറയുന്നത് അയാൾ മോശക്കാരനാണ്, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട ആളാണ് എന്ന് നമ്മൾ പറയുന്ന. അപ്പോൾ ഒരാളുടെ സ്വഭാവമാണ് ശരിക്കും ഒരാൾ നല്ലവൻ ചീത്തവൻ എന്ന അർത്ഥത്തിലേക്ക് വരുന്നത്, മറിച്ച് അവൻ്റെ ശരീരപുഷ്ടിയോ ശരീരത്തിൻ്റെ ആരോഗ്യമോ അല്ല. അപ്പോൾ മനുഷ്യൻ പലപ്പോഴും അവൻ ആലോചിക്കുന്നത് മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ്, മാനസിക ആരോഗ്യത്തെക്കുറിച്ച്, മനസ്സിൻ്റെ തെളിമയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു ചിന്തയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും നോമ്പിലൂടെ സാധ്യമാകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരത്തെ ദൈവബോധവുമായിട്ട് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ മാറ്റമാണ്. ഒരു മനുഷ്യനെ മാറ്റി തീർക്കുന്നത് അവൻ്റെ മനസ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെ നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വലിയ പ്രവാചകന്മാരും അതുപോലെ തന്നെ ലോകത്തേക്ക് വന്ന പരിഷ്കർത്താക്കളുടെയുമൊക്കെ ശ്രമങ്ങളുടെ ഒരു വലിയ ഭാഗം നിലകൊള്ളുന്നത് മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിമലീകരണം, അതിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെയാണ് വിശുദ്ധ വേദഗ്രന്ഥം ഇറങ്ങിയ ഈ മാസത്തെ മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ, അതിനെ ദൈവത്തിലേക്ക് ചേർത്ത് വെക്കാൻ, അല്ലെങ്കിൽ ദൈവബോധത്തോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള തിന്മയുടെ വിചാരങ്ങളെ, മോശപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെയും മോശപ്പെട്ട വികാരങ്ങളെയും തിന്മകളിലേക്ക് നയിക്കാനുള്ള പ്രേരണകളെയും ഇല്ലാതാക്കി അതിനെ യഥാർത്ഥ വഴിയിലേക്ക് വഴിതിരിച്ചു വിടുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ആകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. നിങ്ങൾക്ക് ദൈവബോധമുണ്ടാകാൻ വേണ്ടിയാണ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകാൻ വേണ്ടിയാണ്, അതിലൂടെ മനുഷ്യൻ നന്നാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഒരു നന്മയിലേക്ക്
ശരിക്കും പറഞ്ഞാൽ ഒരു നന്മയിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മനുഷ്യൻ തിന്മകളിൽ നിരന്തരമായിട്ട് അവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തിന്മയിൽ നിന്നൊരു പിന്മടക്കം, നന്മയിലേക്കുള്ള ഒരു മാറ്റമാണ് നോമ്പിലൂടെ സാധ്യമാകുന്നത്. ആ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് സെഷനായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ട്രെയിനിങ് സെഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിനിങ് സെഷൻ്റെ പീരീഡിലല്ല അതിനെ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു ട്രെയിനിങ് കിട്ടിയ സാധനം നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്നത് മറ്റുള്ള അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴാണ്. ഇതുപോലെ തന്നെ ഒരു മാസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ മാസത്തിലല്ല അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകേണ്ടത്. അതിനുശേഷം വരുന്ന 11 മാസങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഏറ്റവും നന്നായി ജീവിക്കണം, ഭൂമിയിൽ മനുഷ്യർക്ക് ഉപകാരമുള്ളവനായി മാറണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായി മാറണം എന്ന ബോധത്തെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അങ്ങനെ ബോധമുള്ളൊരു മനുഷ്യനായി ഈ അടുത്ത 11 മാസങ്ങൾ ജീവിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പിലൂടെ ഉണ്ടാക്കി എടുക്കേണ്ട ഒരു വലിയ ഒരാശയം എന്ന് പറയുന്നത്. ആ ആശയത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കിയെടുക്കാനും സമയം കിട്ടാറില്ല. ആ ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ റമദാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധ്യമാകുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും നേടിയെടുക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.